നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുസരണം കെട്ട ഒരു പ്രവാചകൻ്റെ ചരിത്രമാണ്. നിനവയിലെ ജനത്തോട് തൻ്റെ സന്ദേശം അറിയിക്കുവാൻ ദൈവം തൻ്റെ പ്രവാചകനായ യോനായോട് ആവശ്യപ്പെട്ടു. അസീറിയയുടെ തലസ്ഥാന നഗരമാണ് നിനവ. ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു ഈ രാജാക്കന്മാർ. അതുകൊണ്ട് അവിടെ പോകുവാൻ യോനായ്ക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഒടുവിൽ യോന നിനവയ്ക്ക് പോയി. ദൈവം എല്ലാവരെയും ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് യോന അവനും അവൻ്റെ ജനവും ചില പാഠങ്ങൾ പഠിച്ചു. ഒരു ദിവസം യഹോവ യോനയോട് ഇങ്ങനെ സംസാരിച്ചു: മഹാനഗരമായ നിനവയിലേക്ക് പോകാം. അവർ തങ്ങളുടെ ദുർമാർഗ്ഗങ്ങൾ വിട്ടുതിരിയുന്നില്ലെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും എന്ന് അവിടെയുള്ള ജനത്തോട് പറയുക. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിച്ചു. യോന നേരെ എതിർദിശയിലേക്ക് പോയി. യോപ്പയിൽ നിന്ന് സ്പെയിനിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ യോന കയറി. എന്നാൽ യഹോവ ഒരു വലിയ കൊടുങ്കാറ്റടിപ്പിച്ചു. കാറ്റ് ശക്തമായി കപ്പൽ മുങ്ങുന്ന സ്ഥിതിയിലെത്തി. യാത്രക്കാർ ഭയന്ന് പ്രാണരക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചു. ഓരോരുത്തരും അവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാൻ അവർ സാമാനങ്ങളെല്ലാം കടലിലേക്ക് എറിഞ്ഞു. ഈ സമയം യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖനിദ്രയിലായിരുന്നു. കപ്പിത്താൻ യോനായെ കണ്ടപ്പോൾ ചോദിച്ചു: നീ എന്താണ് ഉറങ്ങുന്നത്? എഴുന്നേറ്റ് സഹായത്തിന് നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ അവൻ നമ്മോട് ക്ഷമിച്ചു നമ്മുടെ ജീവൻ രക്ഷിക്കുമായിരിക്കാം. നാവികർ എക്കാലത്തും ചില അസാധാരണ വിശ്വാസങ്ങളുള്ളവരായിരുന്നു. ഒരു മോശമായ കൊടുങ്കാറ്റുണ്ടാവുകയാണെങ്കിൽ അവരുടെ ദൈവം കോപിച്ച് ആരെയെങ്കിലും ശിക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആ നാവികർ കരുതും. ആരാണ് നമ്മെ അപകടത്തിലാക്കിയതെന്ന് ചീട്ടിട്ടവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി. ചീട്ടിടാമെന്ന് പറഞ്ഞ് അവർ ചീട്ടിട്ടു. യോനയുടെ പേരിൽ ചീട്ട് വീണു. അതുകൊണ്ടവർ അവനെ ചോദ്യം ചെയ്തു: നീ എങ്ങനെ ഈ കുഴപ്പത്തിലായി എന്ന് ഞങ്ങളോട് പറയും. നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? നീ എവിടെ നിന്ന് വരുന്നു? ഞാനൊരു എബ്രായനാണ്. യോന മറുപടി പറഞ്ഞു: കടലും കരയും ഉണ്ടാക്കിയ മഹാദൈവമായ യഹോവയെ ഞാൻ ആരാധിക്കുന്നു. താൻ യഹോവയിൽ നിന്ന് ഒളിച്ചോടി വരികയാണെന്ന് യോന ആ നാവികരോട് പറഞ്ഞു. കപ്പൽ യാത്രക്കാർ ഭയന്ന് പറച്ചു അവനോട് പറഞ്ഞു: ഭയങ്കര കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. കൊടുങ്കാറ്റ് ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വീണ്ടും അവനോട് ചോദിച്ചു: കൊടുങ്കാറ്റ് ശമിപ്പാൻ ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം?